ഹായ് ഗൈസ്, ഞാനിപ്പോൾ ബ്രഹ്മഗിരി ട്രക്കിങ്ങിൻ്റെ ഭാഗമായിട്ട് ഞാനിവിടെ എത്തിയിരിക്കുകയാണ്. വയനാട് തിരുനെല്ലിയിലാണ് ഈ സ്ഥലം. അപ്പോൾ ഇവിടെ നിന്നാണ് ട്രക്കിങ് തുടങ്ങുന്നത്. ബ്രഹ്മഗിരി ടൂറിസത്തിൻ്റെ വെൽക്കം ടു ബ്രഹ്മഗിരി ടൂറിസം. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസാണ് ഇവിടെ ഉള്ളത്. സമയം 7:30 മുതൽ 5 മണി വരെയാണ് ഇതിൻ്റെ ടൈം സ്ട്രിക്റ്റ്. ഒരു 3 മണിയൊക്കെ ആവും നമ്മൾ തിരിച്ച് ഇവിടെ ഇറങ്ങാൻ. ഓക്കെ, കൂടുതൽ ഡീറ്റെയിൽസ് വരാം. ഇവിടെയാണ് നമ്മൾ അപ്പോൾ ഇതാണ് ബ്രഹ്മഗിരി ട്രെക്കിങ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. എനിക്കൊരു സ്റ്റിക്ക് കിട്ടി, ഒരു ഗൈഡ് ഉണ്ട്. ഒരാൾക്ക് 1250 പറഞ്ഞല്ലോ. അപ്പോൾ എനിക്കൊരു ഒരാളെയും കൂടി എക്സ്ട്രാ കിട്ടി. അപ്പോൾ 2 പേര് 2000 സംതിങ് ഡിവൈഡ് ബൈ 2, അങ്ങനെ 950 എനിക്ക്. അതാണ് റേറ്റിംഗ്. നമ്മൾ പോവാണ്. അട്ടയൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. ആ കാണുന്ന മലേൻ്റെ അടുത്തേക്കാണ് നമുക്ക് പോകേണ്ടത്. അവിടുന്ന് നമ്മൾ ഇതിലൂടെ ചുറ്റിയിട്ട് അങ്ങനെ പോവുക ചെയ്യുക. എത്തേണ്ട സ്പോട്ട് ഇതാ കാണുന്നത്. വാ, ഇതാണ്. ഇവിടെ ഒരു വാച്ച് ടവർ ഉണ്ട്, ഇവരുണ്ടാക്കിയത്. കണ്ട, നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്നില്ല. നമ്മൾ ആദ്യം എന്തായാലും മുകളിലല്ലേ പോകേണ്ടത്. അപ്പോൾ മലേൻ്റെ മുകളിൽ പോവാം. എന്നിട്ട് നമ്മളിങ്ങനെ യാത്ര തുടരുകയാണ്. ഇനി ഒരു മല, 2 മല ഉണ്ട്. അപ്പോൾ ഈ കുന്നിൻ്റെ പകുതി എത്തിയിട്ടുണ്ട്. കോടമഞ്ഞൊക്കെ വരുന്നുണ്ട്. ഭയങ്കര ക്ഷീണമായിട്ട് കുറച്ച് നേരം ഇരിക്കുക. ഇത് ബാണാസുര ഹിൽസിനെ കാട്ടിയും ഇച്ചിരി ടഫാണ്. നല്ലോണം കയറുന്നൊരു കുന്നുണ്ട്, ആ മുട്ടക്കുന്ന്. കോടമഞ്ഞ് കയറി വരുന്നത്. കുന്നിൻ്റെ മുകളിൽ നിന്ന് കാഴ്ച കാണാം. പോവാ. അപ്പോൾ ഞാൻ നിൽക്കുന്നതിലൂടെ കോടമഞ്ഞ് ഇങ്ങനെ പോകുന്നുണ്ട്. അതിൻ്റെ ഉള്ളിലുള്ള വീട്ടിലും തന്നെയാണല്ലോ. രണ്ട് ഭാഗത്തു നിന്നും കോടമഞ്ഞ് വന്ന് കൂട്ടിമുട്ടുന്നു. വാ,
ഊ ആ ഇല്ല ഇല്ല രണ്ട് സൈഡിൽ നിന്ന് കോടമഞ്ഞേ. മലയുടെ രണ്ട് ഭാഗത്തു നിന്നും കോടമഞ്ഞ് അടിക്കുന്നു. നമ്മൾ വന്ന വഴിയാണിത്. നിറച്ചും കോടമഞ്ഞായതുകൊണ്ട് അതിൻ്റെ കാഴ്ചകളാണ് ഇതുവരെ കണ്ടത്. കണ്ട, ഇനി ഇച്ചിരി രണ്ടാമത്തെ മല, അത് അത്രയും ഇല്ല തോന്നുന്നു, കുറച്ച് കയറാനുള്ളൂ, എന്നിട്ട് വേഗം എത്താം. ഇത് നമ്മുടെ കൂടെ വന്ന ഗൈഡാണ്. ഇതാണല്ലേ, ഇത് കർണാടക ബോർഡറാണ്. അപ്പോൾ പുള്ളി ഇരിക്കുന്ന സ്ഥലം, അതിൻ്റെ അപ്പുറത്ത് കർണാടക, ഇപ്പുറം കേരളം. നിങ്ങളെ പേരെന്നാ? കുറുമേ. ഇവിടെ തിരുനെല്ലി തന്നെ താമസം? ശരി. കുറേ ആയോ ഇത് തുടങ്ങിയിട്ട്? ഏകദേശം എത്ര വർഷം ഈ ട്രക്കിങ് പോയി? ചെറുപ്പം മുതലേ ഉണ്ടല്ലേ? അത് ശരി. ഓക്കെ, നമ്മൾ എൻ്റെ ലാസ്റ്റ് പോയിന്റ് എത്തി. ഇവിടുന്ന് ഇനിയൊരു പാറയുണ്ട്, ആ പാറ കണ്ടിട്ട് തിരിച്ചു പോകുന്നതാണ്. പാറയിലേക്ക് അപ്പോൾ ഞാൻ ഷൂസൊക്കെ ഊരി മാറ്റി. ഇവിടെ അട്ടയൊന്നും ഉണ്ടാവില്ല, ഭാഗ്യം കൊണ്ട് എന്നെ അട്ട കടിച്ചിട്ടില്ല എന്നാണ് തോന്നുന്നു. അയ്യോ, കുറച്ച് നേരം ഇവിടെ ഇരിക്കാം.